നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ നെല്ലിക്ക ഇവിടെ ഇരിപ്പില്ലല്ലോ മോളെ, വാങ്ങണം. അയ്യോ, നെല്ലിക്ക വാങ്ങിയ ജ്യൂസ് അടിച്ച് സാറിന് കൊടുക്കാം. കുറച്ച് വസുന്ധരന്റെ തലയിൽ തളവും വെക്കാം. പരിഹസിച്ചതാണെന്ന് അവക്ക് മനസ്സിലായി. എന്താവോ എന്തോ. പെറ്റു തള്ളയല്ലേ ഞാൻ. അതിന്റെ ദണ്ണം കൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പേരില് എന്റെ മോൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അമലിന്റെ കൂടെയുള്ള ദുഷ്ടന്മാര് വന്ന് ഭീഷണിപ്പെടുത്തിയില്ലേ, അത് താങ്ങാൻ വയ്യാഞ്ഞിട്ടാ ശിവാനി അബദ്ധം കാട്ടിയത്. അങ്ങനെ പെട്ടെന്നുണ്ടായ പ്രേരണയുടെ പേരിലല്ല ശിവാനി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇത് വളരെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതാണ്. ദൈവമേ, ഇത് പ്ലാനിങ് ആണെന്ന് ഇങ്ങേർക്ക് മനസ്സിലായോ? കാരണം ആ ഗുണ്ടകൾ വരും മുമ്പ് തന്നെ ശിവാനി സ്ലീപ്പിംഗ് പിൽസ് കൈ കരുതിയിരുന്നു. സൂയിസൈഡ് ചെയ്യാൻ അവൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്നല്ലേ അതിനർത്ഥം? ഓ, ഇതായിരുന്നു ഉദ്ദേശിച്ചത്. പെട്ടെന്ന് ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു. ഈ ആത്മഹത്യാ ശ്രമം നാടകമാണെന്ന് ഇങ്ങേർക്ക് മനസ്സിലായിട്ടില്ല. ഭാഗ്യം. എന്തായാലും നടന്നു. ഇവൾക്ക് ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അത് തന്നെ ഏറ്റവും വലിയ സമാധാനം. ഏട്ടാ, ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ശിവാനി നമ്മൾ എവിടെ കൊണ്ടുപോകും? നമ്മുടെ കൂടെ നിർത്തുന്നത് സുരക്ഷിതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിലെല്ലാവരും ഇവളെക്കുറിച്ച് മോശം കഥകളാ പറയുന്നത്. വീണ്ടും അതൊക്കെ കേട്ടാ ശിവാനിക്ക് താങ്ങാൻ കഴിയില്ല. അതെനിക്കും അറിയാം. എന്ത് ചെയ്യണമെന്നാ ഞാനും ആലോചിക്കുന്നത്. ഈ വിവരം നിധിയെ വിളിച്ച് പറഞ്ഞാലോ ചന്ദ്രി? ഇല്ല ഏടത്തി, ഗൗതമോനെ ഇന്നല്ലേ ഡിസ്ചാർജ് ചെയ്ത്. അതിന്റെ തിരക്കിലായിരിക്കും നിധി. അതിനിപ്പോ എന്താ കുഴപ്പം? ഗൗത ഇതിനകം വീട്ടിലെത്തി കാണൂലേ? ഇനി വേണമെങ്കിൽ നിധിക്ക് ഇങ്ങോട്ട് വരാലോ. എന്തിനാ അവളെ വരുത്തുന്നത്? ശിവാനി കാണിച്ച തോന്നിയാസം നിധി അറിയേണ്ട കാര്യമില്ല. അവളറിഞ്ഞാൽ എന്താ കുഴപ്പം? ശിവാനി അവളുടെ സഹോദരിയല്ലേ? അവൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്ത് ഉത്തരവാദിത്വം? നിധി ഇപ്പോൾ മറ്റൊരു കുടുംബത്തിലെ മരുമകളാ. അവിടെ അവൾക്കൊരു വിലയുണ്ട്. ശിവാനി ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചെന്ന് ആ കുടുംബത്തിലുള്ളവരെ അറിയരുതേന്നാണ് എന്റെ പ്രാർത്ഥന. ഈ നാണക്കേട് കൂടി ഈശ്വരമംഗലത്തുകാർ അറിഞ്ഞാൽ നമുക്ക് പിന്നെ അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ മുട്ടാപ്പോക്ക് ന്യായങ്ങളൊന്നും പറയണ്ട. ഗൗതവും പാർവതിയും ഗോപിനാഥ് സാറും ഒക്കെ വളരെ നല്ല ആളുകളാ. ശിവാനി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നറിഞ്ഞാൽ അവർക്ക് സങ്കടേ വരൂ. ആ സങ്കടവും സഹതാപവും ഒന്നും ഇവിടെ വേണ്ട. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരാ. എന്നാര് പറഞ്ഞു? ഇനി ഞാൻ തീരുമാനിക്കും, നീ അനുസരിക്കും. നിന്റെ തന്നിഷ്ടം ഇനി ഇവിടെ നടക്കില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും വഴക്കിടണ്ട. ഏട്ടൻ പറയുന്ന കാരണങ്ങൾ കൊണ്ടല്ല ഞാൻ നിധിയെ വിളിക്കാത്തത്. ശിവാനി ഇങ്ങനൊരു ബുദ്ധിമോശം കാണിച്ചു എന്നറിഞ്ഞ നിധിക്ക് വലിയ സങ്കടാവും. തൽക്കാലം അവളെ വിഷമിപ്പിക്കണ്ട. ഗൗതമിന്റെ കാര്യങ്ങൾ നോക്കി അവൾ ഈശ്വരമംഗലത്ത് കഴിയട്ടെ. ശിവാനി മയക്കം വിട്ട് ഉണരുകയാണ് നമുക്കിപ്പോ പ്രധാനം. അത് കഴിഞ്ഞ് നിധിയെ വിളിക്കണോ വേണ്ടോ നമുക്ക് തീരുമാനിക്കാം. നിധിയിലൂടെ തന്നെ ഇവളെ ഈശ്വരമംഗലത്ത് എത്തണമെന്നാണ് വസുന്ധരയുടെ കൽപ്പന. ചന്ദ്ര അവളെ വിളിച്ചാലല്ലേ അവള് വരൂ. ഇനി എന്ത് ചെയ്യും? ഏട്ടത്തി എന്താ ആലോചിക്കുന്നേ? ശിവാനിയെ കണ്ടില്ലേ? എങ്ങനെ ഓടി നടന്ന കൊച്ച ഇപ്പതാ വെട്ടിയിട്ട വാഴ പോലെ കിടക്കുക. വസുവിനോട് ഈ നയം തന്നെ തുടർന്നാ മതി. അവള് പറയുന്നതൊന്നും കേട്ടില്ല എന്ന മട്ടിൽ നിൽക്കുക, അത്ര തന്നെ. അതെല്ലാം ഓക്കെ. പക്ഷേ ഗൗതം സാറിനെ കൂടാതെ വേറൊരാളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അറിയാതെ പ്രതികരിച്ചു പോവും. നീ ഒരു തെറ്റും ചെയ്യില്ലെന്ന് വസുവിനും അറിയണം. എന്നിട്ടും വാശിക്കും പലതും പറയുന്നതാ. വാശിക്ക് വേറെ എന്തും പറഞ്ഞോട്ടെ. എന്നെ വേണമെങ്കിൽ തല്ലിക്കോട്ടെ. അതൊന്നും എനിക്ക് വിഷയമേ അല്ല. ഇനി നിന്റെയും വസുവിന്റെ മേൽ എന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും. വസു നിന്നെ കുറിച്ചൊരു മോശം പറഞ്ഞ നീ പ്രതികരിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രതികരിക്കും. അപ്പൊ കുഴപ്പമില്ലല്ലോ.
അപ്പൊ തന്നെ വസുന്ധര ആന്റി 30 വർഷത്തെ കണക്ക് പറയും. 30 വർഷമായി എന്റെ തീരുമാനങ്ങളാണ് ഈ കുടുംബത്തിൽ നടക്കുന്നത്. ഏട്ടത്തെ അതൊക്കെ മറന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. കണ്ടോ, ആ ഡയലോഗ് കേട്ടപ്പോ തന്നെ അമ്മ പേടിച്ചു. അമ്മയും അങ്കിളും ഇത്രയധികം പേടിക്കാൻ 30 വർഷം മുൻപ് എന്താ നടന്നത്? ഞങ്ങള് പേടിക്കുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? ഇപ്പൊ നീ വസുന്ധരെ അനുകരിച്ചപ്പോ ഞാൻ പേടിക്കുന്നതായി അഭിനയിച്ചതല്ലേ? ആ ആണോ? താങ്ക്സ് അമ്മേ. അയ്യോ, നീ എന്താ ജ്യൂസ് കണ്ടിട്ടില്ലേ? ഇത് ഏട്ടന് വേണ്ടി ഉണ്ടാക്കിയതാ. 2 ഗ്ലാസ് ഉണ്ടല്ലോ, ഒന്ന് ഞാൻ കുടിച്ച് സഹായിക്കാം. നിന്റെ സഹായം വേണ്ടല്ലോ, ഒരു ഗ്ലാസ്സേ നിധിക്കുള്ളതാ. അയ്യോ അമ്മേ, എനിക്കിപ്പം വേണ്ട, യാമിനെ കുടിച്ചോട്ടെ. പറ്റില്ല ഗൗതമേ, ഒരു കടാകടിയനാ. അവന്റെ ആരോഗ്യം നോക്കണെങ്കിലേ നീയും കൂടെ ജ്യൂസ് ഒക്കെ കുടിക്കണം. അത് ശരിയാ, ഈ ജ്യൂസ് ചേച്ചി കുടിച്ചോ, അമ്മ എനിക്ക് വേറെ ജ്യൂസ് ഉണ്ടാക്കി തരും. ആഹാ, തമ്പുരാട്ടിക്ക് മധുരം കൂട്ടി ഒന്ന് എടുക്കട്ടെ. ഐസ് കൊണ്ടിട്ടോ. ആഹാ, നല്ല അടി അയ്യോ വെച്ചു. വേണ്ടമ്മേ. ആ, ഒരു ജ്യൂസ്. കുടിച്ചോ. വേണ്ട ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചേച്ചി കുടിച്ചോ? കുഴപ്പമില്ല, നീ കുടിച്ചോ. എങ്കിൽ ഷെയർ ചെയ്യാം, പകുതി ചേച്ചിക്ക് പകുതി എനിക്ക്. ആ, അപ്പൊ രണ്ടും കൂടി എന്നെ തഴഞ്ഞു. അമ്മേ, ആദ്യത്തെ ലൗസ് ഇപ്പൊ അമ്മയ്ക്ക്. ഇതാ കുടിക്ക. ഇനി നിനക്ക്. ആ, മുഴുവൻ നീ കുടിച്ചോ മോളെ. ആ, അയ്യോ വേണ്ടമ്മേ, കൂടുതൽ പങ്ക് നമ്മുടെ ഇള്ളക്കുട്ടിക്ക്. ഇല്ലക്കുട്ടീനെ വിളിച്ചത് മോശമായി പോയി. അടുത്ത ഇലക്ഷന് എനിക്ക് വോട്ടവകാശം ഉള്ളതാ. ആ, അമ്മ പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞ് നീ വീണ്ടും വന്നല്ലോ. ആ, എന്നാ ഞാൻ പോയേക്കാം. അയ്യോ പോവല്ലേ, അതിന് പകരം അമ്മ പറഞ്ഞ അടുത്ത കാര്യം ചെയ്യേ. അടുത്ത കാര്യം അതെന്താ? നീ എന്നെ പല വിധത്തിലും പ്രലോഭിപ്പിക്കുമെന്ന് അമ്മ പറഞ്ഞു. അതിന് എന്നെ പ്രലോഭിപ്പിക്ക്. അയ്യടാ, എഴുന്നേറ്റ് ഒരു അടി വെക്കണമെങ്കിൽ തന്നെ പരസഹായം വേണം, എന്നിട്ടാണ് പ്രലോഭനം. ദാ, ഈ ജ്യൂസ് കുടിക്ക്, ആരോഗ്യം വരട്ടെ. നീ തന്നെ കുടിപ്പിക്ക്. ആഹാ, വലത് കൈക്ക് ഒരു കുഴപ്പമില്ലല്ലോ, തന്നെ കുടിച്ചു നോക്ക്. പ്ലീസ് നിധി, താ. ആ, വീണ്ടും ഉരുണ്ടു മറിഞ്ഞ് എന്റെ ദേഹത്ത് വീഴാനുള്ള പരിപാടിയാണോ? എന്റെ ആരോഗ്യസ്ഥിതി വെച്ച് അത്ര റൊമാൻസിനൊക്കെ സാധ്യതയുള്ളൂ. എന്റെ അമ്മോ, ഇത്രയും റൊമാൻസ് തന്നെ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ മനസ്സുകൾ തമ്മിൽ ഒരുപാട് അടുത്തു, എന്നിട്ടും സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ സർ. നമ്മുടെ സന്തോഷവും സമാധാനവും വിധി ഓരോ കള്ളക്കളികൾ കളിച്ച് തട്ടിമാറ്റുകയാണ്. നീ എന്തിനാ നിരാശപ്പെടുന്നത്? ഈ ദിവസങ്ങളും കടന്നുപോകും. എനിക്കെന്തോ വല്ലാത്തൊരു പേടി. മിഥുൻ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയതാ, പിന്നീട് ഒരു വിവരവും ഇല്ല. നമ്മളെ ദ്രോഹിക്കാൻ അയാൾ തക്കം പാർത്തിരിക്കുകയാണോന്ന് എനിക്ക് ഭയമുണ്ട്. മിഥുൻ, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. അമ്മ അവൻ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചു. എന്റെ ഹെൽത്ത് ഒന്ന് നേരെ ആവട്ടെ, അവനെ തൂക്കിയെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവരും. എന്റെ പരിശുദ്ധി ഞാൻ തെളിയിക്കും. അവന് പിന്നിൽ ആരാണെന്ന് അവനെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും. ഈ ലോകത്ത് ഒരാൾ പോലും നിന്നെ തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ആർക്കൊക്കെ നിന്നെ സംശയം തോന്നിയോ അവരുടെയൊക്കെ മുന്നിൽ ആ നീചനെ എത്തിച്ച് ഞാൻ സത്യം തെളിയിക്കും. അതെന്റെ വാശിയ. എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിക്കാൻ പറ്റും. 2 വർഷം മുൻപ് അവനെതിരെ പോലീസിന് കൊടുത്ത പരാതി ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാത്രം മതി. ഞാൻ എത്രത്തോളം അവനെ വെറുക്കുന്നുണ്ടെന്ന് തെളിയും. പക്ഷേ എന്നെ 100% വിശ്വസിക്കുന്ന ഭർത്താവാണ് എന്റെ ധൈര്യം. എന്റെ പരിശുദ്ധി സാറ് തന്നെ മുന്നിട്ടിറങ്ങി തെളിയിച്ചാൽ അതായിരിക്കും എന്റെ ഏറ്റവും വലിയ അഭിമാനം. ഷുവർ, ഒരു വലിയ തിരിച്ചടി കാത്തിരിക്കണമെന്നറിയാതെ മിഥുനും അവന് പിന്നിലുള്ളവരും വിളയാടട്ടെ. കൂടുതൽ ഊർജം സംഭരിക്കാൻ നമുക്കുള്ള ഇടവേളയാണിത്.
ഇറ്റ്സ് ജസ്റ്റ് ആൻ ഇന്റർവൽ.